ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. വളരെ ചെറിയൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റുമാണ് ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂട്ടൻ്റെ 3 ലോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോ ഓഫ് ഫോഴ്സ്, ലോ ഓഫ് ഇനേർഷ്യ ആൻഡ് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഈ ന്യൂട്ടൻ്റെ ലോസ് വാലിഡ് ആയിട്ടുള്ള ഫ്രെയിംസിനെ വിളിക്കുന്ന പേരാണ്, ലോസ് ഓഫ് മോഷൻ വാലിഡ് ആയിട്ടുള്ള ഫ്രെയിംസിനെ വിളിക്കുന്ന പേരാണ് inertial frames. That means in inertial frames Newton's laws of motion are valid. എന്തുകൊണ്ടാണിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫ്രെയിംസിലും നമ്മൾ ന്യൂട്ടൺ ലോ ഓഫ് മോഷൻ ഒന്നും വാലിഡ് അല്ല. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റ്, ഒരു ഇനേർഷ്യൽ ഫ്രെയിമിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതുമായി റിലേറ്റ് ചെയ്ത് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന എല്ലാ ഫ്രെയിംസും ഇനേർഷ്യൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഓൾ ഫ്രെയിംസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി റിലേറ്റീവ് ടു an inertial frame are also inertial. സംഭവം ഇത്രയേ ഉള്ളൂ. ഇനേർഷ്യൽ ഫ്രെയിം ആവുന്ന സമയത്ത് വെലോസിറ്റി അല്ലെങ്കിൽ ന്യൂട്ടൺ ലോസ് വാലിഡ് ആയിരിക്കണം. ന്യൂട്ടൺ ലോസ് വാലിഡ് അല്ലാതെ ആവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റഡ് ഫ്രെയിംസിലൊന്നും ന്യൂട്ടൺ ലോസ് വാലിഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രെയിം ആക്സിലറേറ്റഡ് ആണെങ്കിൽ ആക്ച്വലി നമ്മളൊരു ഫ്രെയിമിലിരുന്ന് ഒരു ആക്സിലറേറ്റർ ഫ്രെയിമിലിരുന്നിട്ടാണ് നമ്മളൊരു ഇവൻറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ആ ഇവൻറ്റ് നടക്കുന്ന ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഇവൻറ്റ് നടക്കുന്ന ആ ഒബ്ജക്റ്റിന് ആക്ച്വലി ആക്സിലറേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മളിരിക്കുന്ന ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യും ദാറ്റ് ഈസ് ആൻ ആക്സിലറേറ്റഡ് വൺ. ആ ഇവൻറ്റ് ഒരു ആക്സിലറേറ്റഡ് ഇവൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വേറൊരു ഫ്രെയിമിൽ ഇരുന്ന് നോക്കുന്ന ആൾക്ക് ആക്സിലറേറ്റഡ് അല്ലാത്തൊരു ഇവൻറ്റ് ഒരു ആക്സിലറേറ്റർ ഫ്രെയിമിലിരുന്ന് നോക്കുന്ന ആൾക്ക് ഒരു ആക്സിലറേറ്റഡ് ഇവൻ്റായിട്ട് മാറും. ഈ വാക്കുകൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാം, എന്നാലും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് 2 ഫ്രെയിംസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് എസ് ഫ്രെയിം. ഇതേപോലെ തന്നെ ഇതുമായി അറ്റാച്ച് ചെയ്തിട്ട് എസ് ഡാഷ് എന്ന് പറയുന്ന ഒരു ഫ്രെയിമും കൂടെ ഉണ്ട്. ഇനീഷ്യലി ദേ ആർ കോയിൻസൈഡിങ്. ഓക്കെ, ഇതിൽ റെഡായിട്ട് കാണിച്ചിട്ടുള്ള എസ് ഡാഷും ബ്ലൂവിലുള്ളത് എസ് ഫ്രെയിമുമാണ്. ഓക്കെ, സപ്പോസ് ആൻ ഇവൻറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് സംവർ ഹിയർ. പി എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് നമ്മൾ എക്സ് വൈ സെഡ് കോമ ടി എന്നൊക്കെ നമുക്ക് എഴുതാം. കമ്പയർഡ് ടു ആർ നമ്മൾ തൽക്കാലം പി എന്ന് മാത്രം മാർക്ക് ചെയ്യുന്നു, കാരണം അത് ഏത് കോർഡിനേറ്റ് സിസ്റ്റം ആണെന്നുള്ളതിനനുസരിച്ച് എക്സ് വൈ സെഡ് ഒക്കെ മാറും. ഓക്കെ, സോ ഇനി നോക്കാം. ഇനീഷ്യലി ഒറിജിൻ ഓഫ് എസ് ആൻഡ് എസ് ഡാഷ് 2 ഫ്രെയിംസ് ആണ്. എസ് ആൻഡ് എസ് ഡാഷ് ആർ 2 ഡിഫറെൻറ്റ് ഫ്രെയിംസ്. ഇനീഷ്യലി 2 പേരും കോയിൻസൈഡ് ചെയ്യുന്നു. ബോത്ത് എസ് ഡാഷ് ആൻഡ് എസ് കോയിൻസൈഡ്സ്. 2 പേരുടെയും ഒറിജിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. എസ് ഈസ് അറ്റ് റെസ്റ്റ് ബട്ട് എസ് ഡാഷ് ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വി. അപ്പോൾ ആഫ്റ്റർ ടി സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം എസ് ഡാഷിൻ്റെ പൊസിഷൻ എന്താ ഇങ്ങനെയായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ എന്താണ് നമ്മുടെ ഒറിജിൻ? ഒ ആണ്. ഒയും ഒ ഡാഷും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ ടി സെക്കൻഡ്സ് എസ് ഡാഷ് ഈസ് ഷിഫ്റ്റഡ് ടു ദിസ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ എസ് ഡാഷ്. അതിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ ഒ ഡാഷ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. സോ ലുക്ക് അറ്റ് ഹിയർ. നമുക്കിവിടെ നിന്ന് എസിൽ നിന്ന് എസ് ഡാഷിലേക്ക് നമ്മളിപ്പോൾ എസിൻ്റെ ഒറിജിൻ ഒയിൽ നിന്ന് ഇതിലേക്കുള്ള ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി ഇൻറ്റു ടി എന്ന് മാർക്ക് ചെയ്യാം. ബിക്കോസ് എസ് ഡാഷ് ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വി ആൻഡ് വിത്തിൻ ടി ടൈം ഇതെവിടേക്ക് എത്തി? ഈ ഒരു പൊസിഷനിലേക്ക് എത്തി. ഓക്കെ, അതേപോലെ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ പിയുടെ പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത്, ഞാൻ പി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കുറച്ച് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുകയാണ്, കാരണം ഇല്ലെങ്കിൽ നമുക്ക് ആ ലൈൻസൊക്കെ ഓവർലാപ്പ് ചെയ്ത് പോകും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ
പി എന്നുള്ള പോയിൻ്റ്, പിയിലേക്ക് ഫസ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റം എസ്സിൽ നിന്നുള്ള പൊസിഷൻ വെക്ടറാണ് നമ്മൾ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളത്, വെക്ടർ ആർ എന്നുള്ളത്. നമുക്ക് ഈ ഗ്രീൻ ലൈനിലായിട്ട് കാണുന്നതാണ് രണ്ടാമത്തെ എസ് ഡാഷിൽ നിന്നുള്ള പൊസിഷൻ കോർഡിനേറ്റ്. ഓക്കെ, ഇനി ഈ വെക്ടോറിയലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം ശ്രദ്ധിക്കുക. വെക്ടറാണ്, വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ആർ ഡാഷ് പ്ലസ് വി ഇൻറ്റു ടി. ആർ ഡാഷ് വി ഇൻറ്റു ടി ഡിസ്റ്റൻസ് ആണ്. എസ് ഡാഷ് ഫ്രെയിം മൂവ് ചെയ്ത് വിത്തിൻ ടി സെക്കൻഡ്സ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി വി. ദെൻ ആർ ഡാഷ് ഇസ് ഇറ്റ്സ് ന്യൂ പൊസിഷൻ കോർഡിനേറ്റ്. സോ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് അങ്ങനെ എഴുതാം ആർ മൈനസ് വി ടി എന്ന് എഴുതാം. ഈ റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ റിലേഷനെ വിളിക്കുന്നൊരു പേരുണ്ട് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ റിലേഷൻ എന്നുള്ളത്. ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് വി ടി. ഈ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ്, അല്ലെങ്കിൽ നമുക്ക് യു ഡാഷ് എന്ന് എഴുതാം. കാരണം വി ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡി ആർ ബൈ ഡി ടിക്ക് പകരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷന് പകരം യു എന്ന് എടുക്കുന്നു. ഡി ആർ ഡാഷ് ബൈ ഡി ടിക്ക് പകരം യു ഡാഷ് എന്നും എടുക്കുന്നു. ഇവിടെ ടി നമ്മൾ മാറ്റുന്നില്ല, കാരണം ക്ലാസിക്കൽ മെക്കാനിക്സിൽ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ടി എന്ന് പറയുന്നത് ടൈം യൂണിവേഴ്സലാണ്. ടൈം ഈസ് യൂണിവേഴ്സൽ. കാരണം നമ്മൾ എസ് ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും എസ് ഡാഷ് ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും ഇവൻ്റ് നടക്കുന്ന സമയത്ത് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ടൈം സെയിം ആയിട്ട് എടുക്കുന്നത്. സോ ഈ റിലേഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ വരിക? യു ഡാഷ് ഇസ് ഈക്വൽ ടു യു മൈനസ് വി എന്ന് കിട്ടും. ഈ ഇക്വേഷൻ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡി യു ഡാഷ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് യു മൈനസ് വി. ഇവിടെ ശ്രദ്ധിക്കുക, യു ഡാഷ് ഡി യു ഡാഷ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിച്ച് ഇസ് ആക്സിലറേഷൻ. സോ എ ഡാഷ് എന്ന് എഴുതാം. ഡി യു ബൈ ഡി ടിക്ക് പകരം എ എന്ന് എഴുതാം. ഡി വി ബൈ ഡി ടി 0 ആണ്, കാരണം വി എന്ന് പറയുന്നത് എന്താ, എസ് ഡാഷ് ഫ്രെയിം മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഡി വി ബൈ കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ആണ്. ദാറ്റ് ഇസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു എ. ഇതിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ? രണ്ട് ഫ്രെയിമിൽ എസ് ഡാഷ് ഫ്രെയിമിൽ നോക്കിയാലും എസ് ഫ്രെയിം നോക്കിയാലും ഈ ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ എന്താണ്? സെയിം ആണ്. എസ് ഫ്രെയിമിൽ ആക്സലറേഷൻ 0 ആണെങ്കിൽ എസ് ഡാഷ് ഫ്രെയിം നോക്കുമ്പോഴും ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ആ ഫ്രെയിമിന് എന്തായിട്ട് പറയാം? ഇനേർഷ്യൽ ഫ്രെയിമായിട്ട് പറയാം. ഓക്കെ, എ ഡാഷ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്ന സമയത്താണ് നമുക്ക് ആ ഫ്രെയിമിന് എന്തായിട്ട് പറയാൻ കഴിയുക? ഇനേർഷ്യൽ ഫ്രെയിമായിട്ട് പറയാൻ കഴിയുക. ഓക്കെ, സോ ഇവിടെ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ വാലിഡ് ആയിട്ടുള്ള ഫ്രെയിംസിനെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യൽ ഫ്രെയിംസ്. ഒരു ഇനേർഷ്യൽ ഫ്രെയിമിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ബാക്കിയുള്ള ഫ്രെയിംസൊക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും? ഇനേർഷ്യൽ ഫ്രെയിംസ് ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും. അതിനൊരു പ്രൂഫാണ് നമ്മൾ ഈ പറഞ്ഞ സംഭവം. എ ഡാഷ് ഈക്വൽ ടു എ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് ദ ഫ്രെയിംസ് ആർ ഇനേർഷ്യൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് അല്ലെങ്കിൽ ഇനേർഷ്യൽ ഫ്രെയിംസിൻ്റെ ഡെഫിനേഷനിൽ നമുക്ക് എന്തുകൂടെ ചേർക്കാം? അൺആക്സിലറേറ്റഡ്, ആക്സിലറേഷൻ 0 ആയിരിക്കുന്ന കണ്ടീഷനിലായിരിക്കണം നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? ഇനേർഷ്യൽ ഫ്രെയിംസിൻ്റെ കണ്ടീഷൻ ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ വാലിഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകം പറയുന്നത് ശ്രദ്ധിക്കുക, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ആർ നോട്ട് ഹോൾഡ് ഗുഡ്. ഫസ്റ്റും സെക്കൻഡ് ലോയും ഒബേ ചെയ്യാത്ത ഫ്രെയിംസിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് വിളിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ഒക്കെ എന്താണ്? നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ആണ്. അതേപോലെ റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ഒക്കെ എന്താണ്? നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിന് എക്സാമ്പിളാണ്. ഒരു പെർഫെക്റ്റ്ലി ഇനേർഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം നമുക്ക് പ്രാക്ടിക്കലി കണ്ടെത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. കാരണം നമ്മളിപ്പോൾ എർത്ത് എടുത്തു കഴിഞ്ഞാൽ എർത്ത് ഒരു റൊട്ടേറ്റിംഗ് ആണ് അല്ലേ, സണ്ണിന് ചുറ്റും അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. അങ്ങനെ നമ്മൾ ഏത് സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് അതിനെന്തെങ്കിലും ഒരു റൊട്ടേഷണൽ മോഷനോ അല്ലെങ്കിൽ ആക്സിലേറ്റർ മോഷനോ ഒക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. സോ ഒരു ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പല മോഷനും നമ്മളിപ്പോൾ ഒരു മോഷൻ, നമ്മളൊരു സാധനം നീക്കി വെക്കുന്ന സമയത്ത് അവിടെ എർത്തിൻ്റെ മോഷനും നമുക്ക് കാര്യമായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ
പല സമയത്തും നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സിംപ്ലിസിറ്റിയോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ അനുസരിച്ച് നോക്കുന്ന സമയത്ത് ആ മോഷൻ ആ ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ മോഷൻ അപേക്ഷിച്ച് നെഗ്ലിജിബിളായി സ്മോൾ ആണെങ്കിൽ നമുക്ക് ആ സിസ്റ്റം നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും, ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ട് എടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഇപ്പോൾ രണ്ട് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ രണ്ട് സ്റ്റാർസിൻ്റെ ഇടയിലുള്ള ഇൻട്രാക്ഷനൊക്കെ എർത്തിൻ്റെ ഇടയിലുള്ള മോഷനെ നമുക്ക് നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനറ്റിനൊക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാം, സ്റ്റേഷനറി ആയിട്ട് നമ്മൾ എടുക്കാം. അല്ലെങ്കിൽ മറ്റ് സ്റ്റാർസിനെയൊക്കെ നമ്മൾ സാറ്റലൈറ്റിനെയൊക്കെ നമ്മൾ സ്റ്റേഷനറി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എർത്തിലെ മോഷനൊക്കെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഫ്രെയിം ഒരു ഇനേർഷ്യൽ ഫ്രെയിം എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യും. ഈവൻ എർത്ത് റൊട്ടേറ്റിംഗ് ആണെങ്കിൽ പോലും എർത്തിനെ നമ്മൾ പല കണ്ടീഷനിലും ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ട് കൺസിഡർ ചെയ്യും ഇഫ് ദ മോഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇൻഫ്ലുവൻസിങ് ദ പ്രസൻറ്റ് മോഷൻ. നമ്മൾ പ്രസൻറ്റ് മോഷനെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് എർത്തിനെ വരെ നമുക്കൊരു ഇനേർഷ്യൽ ഫ്രെയിമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ക്ലിയർ ആണല്ലോ. സോ ഇതാണ് ഇനേർഷ്യൽ ആൻഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിൻ്റെ കണ്ടീഷൻ. ഇവിടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും ഫസ്റ്റ് ലോയും മാത്രമാണ് നോട്ട് ഹോൾഡ് ഗുഡ് എന്നുള്ള കാര്യം ഏതിൽ പറയുന്നത്, നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് പറയുന്നത്. എന്തുകൊണ്ടാണ് തേർഡ് ലോ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ലോൻ്റെ കേസ് എല്ലാ സമയത്തും തേർഡ് ലോ കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ന്യൂട്ടൻ്റെ തേർഡ് ലോ കറക്റ്റ് ആവുന്ന സമയത്ത് ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്ന് പറയുന്ന കണ്ടീഷൻ നിങ്ങൾ പറഞ്ഞാൽ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നത് സൈമുൾട്ടേനിയസ് ആയിട്ടാണ്. ആക്ഷൻ നടന്ന് കുറേ കഴിഞ്ഞിട്ടല്ല റിയാക്ഷൻ ഉണ്ടാകുന്നത്. ആക്ഷനും റിയാക്ഷനും സൈമുൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സപ്പോസ് രണ്ട് ഒബ്ജക്റ്റുകളുടെ ഇടയിൽ അവർ ഇൻ ടച്ചിലല്ല, ഇപ്പോൾ ഒരു പ്ലാനറ്റും ഒരു സണ്ണും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ ഫോഴ്സ്, അവർ തമ്മിൽ എന്തായാലും നാച്ചുറലി ഒരു ഫോഴ്സ് ഉണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന ആക്ഷനും റിയാക്ഷനും സൈമുൾട്ടേനിയസ് ആണെന്ന് പറയാൻ കഴിയില്ല, ബിക്കോസ് ദേ ആർ ഡിസ്റ്റൻറ്റ് അല്ലേ. അത് സൈമുൾട്ടേനിയസ് ആവണമെങ്കിൽ ആ ഫോഴ്സ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഈവൻ ഗ്രേറ്റർ ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആയിരിക്കണം. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ന്യൂട്ടൻ്റെ തേർഡ് ലോ എല്ലാ സമയത്തും കറക്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. ന്യൂട്ടൺസ് തേർഡ് ലോ does not correct when a force is acting at a distance. രണ്ട് ഒബ്ജക്റ്റുകളുടെ ഇടയിൽ ഒരു സർട്ടൺ ഡിസ്റ്റൻസ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന കോണ്ടാക്റ്റ് അല്ല. അത്തരം കേസുകളിൽ നമുക്കെന്ത് പറയാൻ പറ്റില്ല, ന്യൂട്ടൻ്റെ തേർഡ് ലോ കറക്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ അവർ പറയുന്ന കാര്യത്തിൽ ദിസ് ആക്ഷൻ റിയാക്ഷൻ മസ്റ്റ് ബി സൈമുൾട്ടേനിയസ്. ഓക്കെ, സൈമുൾട്ടേനിയസ് ആയിട്ട് നടക്കണമെങ്കിൽ ഫോഴ്സ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡിനേക്കാൾ കൂടുതലായിരിക്കണം. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ന്യൂട്ടൻ്റെ ലോ എല്ലാ സമയത്തും കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഒബ്ജക്ട്സ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ ഫോഴ്സസ് ഇൻ കോൺടാക്ട് ഫോഴ്സസ് ആണെങ്കിൽ രണ്ട് ഒബ്ജക്റ്റും ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സും ഡയറക്റ്റായിട്ട് ഇൻ ടച്ച് വന്നിട്ടാണ് ആ ഫോഴ്സ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ന്യൂട്ടൻ്റെ തേർഡ് ലോ കറക്റ്റാണെന്ന് പറയാം. ഓക്കെ, സോ ഇതുകൊണ്ടാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോനെ കുറിച്ച് പ്രത്യേകിച്ച് ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിൽ പറയാത്തത്. കാരണം ന്യൂട്ടൻ്റെ തേർഡ് ലോ വാലിഡ് അല്ല എന്നുള്ള കണ്ടീഷൻ മാത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അത് ഇനേർഷ്യലാണോ നോൺ ഇനേർഷ്യലാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ന്യൂട്ടൻ്റെ ഫസ്റ്റും സെക്കൻഡ് ലോയും വാലിഡ് അല്ലെങ്കിൽ ദാറ്റ് ഫ്രെയിം ഈസ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ആക്സിലറേറ്റർ ഫ്രെയിംസും റൊട്ടേറ്റർ ഫ്രെയിംസും ഒക്കെ അതിന് എക്സാമ്പിൾസുമാണ്. ഓക്കെ, താങ്ക് യു.